നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. LDF-നായി സിറ്റിംഗ് MLA ആയി PA മുഹമ്മദ് റിയാസ് മത്സരിക്കുമ്പോൾ UDF-നായി PV അൻവർ രംഗത്തിറങ്ങുന്നതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ബേപ്പൂർ ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് PV അൻവർ പ്രതികരിച്ചു. 3 മാസത്തോളമായി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുവെന്നും മണ്ഡലത്തിൽ UDF അനുകൂല തരംഗമാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ ജനോപകാരപ്രദമായ വികസന പ്രവർത്തികൾ നടന്നിട്ടില്ലെന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ബേപ്പൂർ പിന്നിലാണെന്നും അൻവർ ആരോപിച്ചു. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളോടൊപ്പമാണെന്ന് പറയുന്ന മന്ത്രിക്ക് സ്വന്തം പോസ്റ്ററുകൾ സ്ഥാപിക്കാൻ സാഹചര്യമാണുള്ളതെന്നും അൻവർ പറഞ്ഞു. കൂടാതെ പിണറായിസവും മരുമോനിസവും മണ്ഡലത്തിൽ വലിയ ചർച്ചയാകുമെന്നും പിണറായിസത്തിന് എതിരായ വോട്ട് UDF-നെ അധികാരത്തിലെത്തിക്കുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. അതേസമയം ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് റിയാസ്. ബേപ്പൂരിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടെയാണെന്നും അതാണ് തനിക്ക് കരുത്താകുന്നതെന്നും റിയാസ് പറഞ്ഞു. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ വിഭാഗങ്ങളിലും നിന്ന് വോട്ടുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും UDF സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ലെന്നും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രചരണത്തിന് സമയം കുറവാണെന്ന് തോന്നലില്ലെന്നും എപ്പോൾ വോട്ടെടുപ്പ് നടത്തിയാലും വിജയം ഉറപ്പാണെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. ഇരുവിഭാഗവും ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങിയതോടെ ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇത്തവണ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടുന്ന മത്സരമായി മാറുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.